എൻ്റെ അടുത്ത് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അമ്മയുടെ വിരോധമാണ്, ഇഷ്ടമല്ലാന്നുള്ളത് വ്യക്തമാണ്. സെക്ഷലായിട്ട് ചെയ്യുന്ന സമയത്ത് അവൻ എന്നെ ബ്ലീഡ് ചെയ്യിപ്പിച്ചത് ഭയങ്കര ക്രൂവലായിരുന്നു. ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എല്ലാവർക്കും റാപ്പർ വേടനെ ഒരുപാട് ഇഷ്ടമാണല്ലേ, ഫാൻസ്. കാരണം ട്രിവാൻഡ്രത്തൊക്കെ വേടൻ്റെ ഷോ വന്നിട്ടുണ്ടായിരുന്നു കനകക്കുന്നിൽ. അപ്പോൾ അവിടെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. കാരണം ആളുകളെ നമ്മൾ അടുത്തറിയുമ്പോഴല്ലേ ആളുകളുടെ യഥാർത്ഥ സ്വഭാവങ്ങളും വൈകൃതങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കനകക്കുന്നിൽ പോയപ്പോൾ ഇതുവരെ കനകക്കുന്നിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ആളുകൾ അവിടെ ഒരുമിച്ച് ഉണ്ടായിട്ടില്ല. കാരണം ഒരു 2000 പേര് കപ്പാസിറ്റി ഉള്ളൊരു ഹാളിൽ നിന്നത് 6000 പേരും, അതേപോലെ ഇരട്ടി പേര് തന്നെയാണ് പുറത്തു നിന്നത്. കാരണം നമുക്കൊന്ന് ശ്വാസം എടുത്ത് വിടാൻ പോലും സ്ഥലമില്ലാതിരുന്ന ഒരു ഷോ ആയിരുന്നു വേടൻ എന്ന് തിരുവനന്തപുരം കനകക്കുന്നിൽ വച്ച് നടന്നത്. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തും മറ്റൊരു സ്ഥലത്ത് വരുമെന്ന് പറഞ്ഞിട്ട് ഒരാൾ മരണപ്പെട്ടതിനെ തുടർന്ന് വേടൻ വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ വേടൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നാട്ടുകാർ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് വേടൻ ഒരു പീഡന കേസിൽ അറസ്റ്റായെന്നും പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ നമ്മളെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വേടൻ ഒളിവിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ വേടനെതിരായിട്ട് ഒരുപാട് തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആ പെൺകുട്ടി പറയുന്ന പല കാര്യങ്ങളും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് കേട്ടോ. എന്താണെന്ന് നമുക്ക് കേൾക്കാം. കേട്ടിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. തൃശ്ശൂരിലെ മിക്ക ഫോറസ്റ്റിലും പോയി ഹണ്ട് ചെയ്യുമായിരുന്നു പറഞ്ഞാൽ അങ്ങനെയാണ് അവന് വേടൻ എന്നുള്ളൊരു പേര് വന്നത്. എൻ്റെ അടുത്ത് ന്യായീകരണമായിട്ട് പറഞ്ഞത് അവൻ്റെ പട്ടിക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് ഹണ്ടിങ്ങിന് പോകുമായിരുന്നു. ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ അതുപോലെ മൾട്ടിപ്പിൾ സ്ലീപ്പിംഗ് പിൽസും കനാബിസിന്റെ ഇൻഫ്ലുവൻസിലാണ് ഞങ്ങൾ സെക്ഷലായിട്ട് ചെയ്യുന്ന സമയത്ത് അവൻ എന്നെ ബ്ലീഡ് ചെയ്യിപ്പിച്ചത് ഭയങ്കര ക്രൂവലായിരുന്നു ആ സമയത്ത്. ഒരു തവണ സിന്തറ്റിക് ഡ്രഗ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സെക്ഷൽ അഡ്വാൻസസ് നടത്തിയത്. യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് അയാൾ ഫാൻസിനോടൊക്കെ എപ്പോഴും പറയാറുള്ളത്. അയാൾ യൂസ് ചെയ്തിരുന്നു. അത് ഞാൻ യൂസ് ചെയ്തിരുന്നു. ഞങ്ങൾ സെക്ഷലായിട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്രൂവലായിട്ടായിരുന്നു ആ സെക്ഷലായിട്ട് ചെയ്തത്. അവസാനത്തിൽ ഞാൻ ബ്ലീഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ പറഞ്ഞത് വേറെ ബ്ലഡ് ഇല്ലായിരുന്നു, കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടാണ്. ഈ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവരെന്നെ കല്യാണം കഴിക്കും എന്നാണ്. ബിക്കോസ് എപ്പോഴൊക്കെ ഞാൻ കാണാൻ വരുന്ന അല്ലെങ്കിൽ എപ്പോഴൊക്കെ എന്നെ ഫോൺ അടിക്കുന്നോ ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ. നെക്സ്റ്റ് എന്നെ വന്ന് കുറേ ചീത്ത പറഞ്ഞു, നീ എന്നെ പ്രേക്ഷകനാക്കുവാണ്, നീ ഭയങ്കര ടോക്സിക് ആണ്, നീ എന്നെ ബാക്കിയുള്ള സ്ത്രീകളെടുത്ത് സെക്സ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെയാണ് നീ ടോക്സിക് ആവുന്നത്. അതായിരുന്നു പരാതി. അവൻ്റെ അമ്മയെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് ഇങ്ങനെ പറയും ഫ്രണ്ട്സിന്റെ മുന്നിലും പാർട്ട്നേഴ്സിന്റെ മുന്നിലും ഒക്കെ. എൻ്റെ അടുത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഒരു കോൾ ഗേൾ ആയിരുന്നു, അവന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പൊ സത്യമാണ് പറയുന്നത്, ബിക്കോസ് ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അമ്മയുടെ വിരോധമാണ്, ഇഷ്ടമല്ലാന്നുള്ളത് വ്യക്തമാണ്. ചേട്ടനായിട്ടും അനിയത്തിയായിട്ടും കോൺടാക്ട് ചെയ്യുന്നു. ഫാമിലി ആയിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ബിക്കോസ് ഐ തോട്ട് ഹി വാസ് ഗോയിങ് ടു മാരി മീ. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അച്ഛനും ഇങ്ങനെ അമ്മയായിട്ടും കോൺടാക്ട് ഉണ്ടായിരുന്നു മരിക്കുന്നതിന് മുന്നേ. അപ്പോൾ പറയുന്നത് അംബേദ്കർ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ അവൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഒരുപാട് കാശൊക്കെയാണെങ്കിൽ ഞാൻ ജമൈക്കയിൽ നിന്ന് കുറെ പെൺപിള്ളേരെ ഇറക്കുമതി ചെയ്യും, എന്നിട്ട് അവരെ പിടിച്ചോണ്ട് നടക്കും. റിഹാനയുടെ ആർട്ട് കൊള്ളത്തില്ല. ഈ ആർട്ടിസ്റ്റിന്റെ ഭയങ്കര നല്ല ആർട്ടാണ്. പക്ഷെ അതേസമയം ഈ ആർട്ടിസ്റ്റിന്റെ നിന്ന് വരുന്നത് ഭയങ്കര പൊട്ട സ്മെല്ലായിരിക്കും വരുന്നത്. പക്ഷെ റിഹാനയുടെ നല്ല സ്മെല്ല് വരും. സോ മെലിഞ്ഞിട്ടാണ്, മറ്റവർക്ക് നല്ല മണ്ണുണ്ട്. അതുകൊണ്ട് സെക്ഷൽ ടോണിലാണ് മുഴുവൻ ചോദിക്കുന്നത് പറയുന്നത്. സ്ത്രീകളെ മൊത്തത്തിൽ കാണുന്നത് അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടോ? ഒരു ഒബ്ജക്റ്റായിട്ട് മാത്രം ഒരു കളിപ്പാട്ടം പോലെ കാണുന്നു. യൂസിങ് ത്രോയിങ് എന്നുള്ള രീതിയിലാണ്. ഒരു യാട്ടിലൊരു പെണ്ണിന് കയറണമെങ്കിൽ ഒരു ബിക്കിനി ഇട്ടാൽ മതി. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെയല്ല. ആണുങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. മീൻസ് ബേസിക്കലി സ്ത്രീകൾ തുണി അഴിച്ചിട്ട് കാണിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീയോടാണ് ഇത് പറയുന്നത് എന്നൊരു ചിന്തയില്ലാതെ, അതോ ഡ്രഗ്സോ ലിക്കർ കഴിച്ച ശേഷമാണ് ഇങ്ങനത്തെ സംസാരങ്ങൾ വരുന്നത്? അതോ അല്ല, സോബറായിട്ടിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരം. എപ്പോഴൊക്കെ എന്നെ കാണാൻ വരുന്നോ അപ്പോഴൊക്കെ ഡ്രഗ്സ് കൊണ്ട് വരുമായിരുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴും കനാബിസ് യൂസ് ഉണ്ടായിരുന്നു. 3 നേരം ഭക്ഷണം കഴിക്കുന്ന പോലെ. അവനൊരു ഡ്രഗ് പെഡ്ലർ ആയിരുന്നു. പല സെലിബ്രിറ്റീസിനെ എത്തിക്കുമായിരുന്നു ഡ്രഗ്സ് ഒക്കെ. അങ്ങനെ പോയിട്ടാണ് അവൻ്റെ അനിയത്തിയുടെ കല്യാണത്തിനായിട്ടുള്ള കാശൊക്കെ സംഘടിപ്പിച്ചതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. വേറെ നമ്പർ 2 കുറിച്ച് പറഞ്ഞത് അവൻ ഫോഴ്സ്ഫുള്ളി അവളെ കിസ് ചെയ്യുമായിരുന്നു, എന്നിട്ട് സ്ക്വാട്ട് ചെയ്ത് വരട്ടെ എന്നുള്ളത് ചോദ്യം ചോദിക്കുമായിരുന്നു എന്നാണ്. 3
രണ്ടാമത്തെ സർവൈവറിനെ കുറിച്ച് പറഞ്ഞത്, ഇവര് സെക്ഷൽ ആക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ ഫോഴ്സ് ചെയ്യുമായിരുന്നു. ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവള് ബ്ലീഡ് ചെയ്തു. ഇപ്പൊ കൊച്ചിയിൽ വന്നാലും അല്ലെങ്കിൽ കോഴിക്കോട് വന്നാലും എന്റെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് മദ്യം വാങ്ങിക്കലും ഒക്കെ ആയിരുന്നു. ഇതുകൂടാണ്ട് ഡ്യൂറിങ് ദ റിലേഷൻഷിപ്പ് എപ്പോഴൊക്കെ അവൻ ആവശ്യപ്പെട്ടോ അവന് ഇയർഫോൺസ്, കൂളർ, കിൻഡില്, അങ്ങനത്തെ ഷർട്ട്സ്, പല പല കാര്യങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാത്തിനും ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്. CPMന്റെ പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ടേഴ്സ് ആയിരുന്നു, അതുകൊണ്ടാണ് അവനെ ടാർഗറ്റ് ചെയ്തത് എന്നുള്ള കുറെ കഥകളൊക്കെ എന്നോട് പറഞ്ഞു. അതായത് ഈ അവന്റെ എതിർകക്ഷികൾ CPM സപ്പോർട്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ അവൻ ആരായിരുന്നു? അവൻ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ അത്രയും ആരാധകരുണ്ട് വേടന്. അപ്പോൾ വേദിയിൽ കയറി നിന്ന് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത്, ഡ്രഗ്സ് ഉപയോഗിക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് വിളമ്പുന്ന ഒരു മനുഷ്യൻ്റെ വൈകൃതങ്ങളാണ് കേട്ടോ ഇതൊക്കെ. സത്യം പറഞ്ഞാൽ ഒരു നിമിഷമെങ്കിലും നമ്മൾ ആ പാട്ട് കേട്ട് കൊള്ളാം എന്ന് ചിന്തിച്ചു പോയല്ലോ എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി, വേടൻ്റെ ഈ കേസിനെ പറ്റി, ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.